നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ബിഗ് ബോസ് സീസൺ 6 അതിന്റെ ആദ്യത്തെ ആഴ്ച പൂർത്തിയാക്കുകയാണ്. ഈ ആദ്യത്തെ ആഴ്ച വളരെ സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കുറെ എപ്പിസോഡുകൾ ഇറിറ്റേഷൻ ആയിരുന്നു. വളരെ ബുദ്ധിപരമായി കളിക്കുന്ന വളരെ കുറച്ച് ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചു. ഭയങ്കര അഗ്രസീവായിട്ട് ബഹളം വെച്ച് ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിച്ചു. ഈ സീസണിന്റെ ഒരു പ്രത്യേകതയാണ് പവർ റൂം. പവർ റൂമിലേക്ക് ആദ്യമായി വരുന്നതുകൊണ്ട് തന്നെ കുറെ കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ലാലേട്ടൻ ഈ വീക്കെൻഡിൽ വന്നതെല്ലാം ക്ലിയർ ചെയ്യും എന്ന് വിചാരിക്കുന്നു. അവിടെ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് രതീഷ്, സിജോ, ജാസ്മിൻ ജാഫർ, ഗബ്രി, അതുപോലെ തന്നെ റോക്കി, അപ്സര തുടങ്ങിയ ആളുകളൊക്കെയാണ് പ്രധാനമായിട്ടും അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്ന് നമുക്ക് പറയേണ്ടി വരും. അതുപോലെ ശ്രീരേഖ, ഇത്ര ആളുകളാണ് ഈ ആദ്യത്തെ ആഴ്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശ്രദ്ധാകേന്ദ്രമായത്. അതുപോലെ സുരേഷ് ഏട്ടനും ജിൻഡോയും കുഴപ്പമില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇന്നലെ ജയിലിൽ രതീഷും ജിൻഡോയും കടന്ന് കുറെ കോമഡിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുകൂടി നമുക്ക് പറയാം. ഇക്കൂട്ടത്തിൽ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി 12 മണിയോടുകൂടി വോട്ടിംഗ് അവസാനിച്ചു. അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ വന്നു തുടങ്ങി. ആർക്കൊക്കെയാണ് ടോപ്പ്, ആർക്കൊക്കെയാണ് കൂടുതൽ വോട്ട് എന്നുള്ള അപ്ഡേഷൻ നമുക്ക് വന്നു തുടങ്ങി. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. നിലവില് 8 പേരാണ് ഈ നോമിനേഷനിൽ ഉണ്ടായിരുന്നത്. റോക്കി, സുരേഷ്, രതീഷ്, ജിൻഡോ, അൻസിബ ഹസൻ, സിജോ, നൂറ, ശരണ്യ ആനന്ദ്, ഇങ്ങനെ 8 പേരായിരുന്നു ഈ എവിക്ഷന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ടോപ്പ് 1 നിൽക്കുന്നത് സിജോ ആണ്. സിജോയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ആദ്യത്തെ ആഴ്ച ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത് കിട്ടിയിരിക്കുന്നത് രതീഷിനാണ്. രതീഷിനും നല്ല വോട്ട് ഷെയർ കയറി. മൂന്നാമത് കിട്ടിയിരിക്കുന്നത് റോക്കിക്കാണ്. റോക്കി അൻസിബയെ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അവസാനം വെള്ളിയാഴ്ച റോക്കി ടോപ്പ് 3 എത്തി. 4ാം സ്ഥാനം അൻസിബ ഹസനാണ്. അൻസിബ ഹസൻ ഈ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ 4ാമതായിട്ട് ഫിനിഷ് ചെയ്യുന്നു. 5ാം സ്ഥാനം ജിൻഡോയ്ക്കാണ്. അത് ഭയങ്കര രസകരമായിട്ടൊരു ഇതായിരുന്നു ജിൻഡോയുടെ കാര്യത്തിൽ വന്നത്. കാരണം ഇന്നലെ രാവിലെയൊക്കെ 5ാം സ്ഥാനം ശരണ്യ ആനന്ദിന് വന്നു. പെട്ടെന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ജിൻഡോയുടെ കുറെ ഇമോഷൻസ് കാണുന്നു. ജിൻഡോയ്ക്ക് കുറച്ചുകൂടെ വോട്ടുകൾ കയറുന്നു. ജിൻഡോ അങ്ങനെ 5ാം സ്ഥാനത്തെത്തുന്നു. 6ാം സ്ഥാനത്ത് ശരണ്യ ആനന്ദും അത്യാവശ്യം കളിച്ച് ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. 6ാം സ്ഥാനം ശരണ്യ ആനന്ദ്. 7ാം സ്ഥാനം നൂറയാണ്. നൂറയ്ക്ക് 7ാം സ്ഥാനവും 8ാം സ്ഥാനം സുരേഷ് ഏട്ടനുമാണ്. ഇങ്ങനെയാണ് ഈ വോട്ടിങ്ങിന്റെ ഒരു പാറ്റേൺ വന്നതായിട്ട് നമുക്ക് വിവരങ്ങൾ കിട്ടിയത്. ഇതിനകത്ത് ശരണ്യ ആനന്ദ്, നൂറ, സുരേഷ് ഏട്ടൻ, ഈ 3 പേരെ നമുക്ക് ഡേഞ്ചർ സോണിൽ നിർത്തേണ്ടി വരും. നമുക്ക് നല്ല അവരുടെ ഡേഞ്ചർ സോണിൽ ഇട്ടിരിക്കുന്ന 3 പേര് ശരണ്യ ആനന്ദ്, നൂറ, സുരേഷ് ഏട്ടനാണ്. ഇതിൽ 6ാം സ്ഥാനം ആയതുകൊണ്ട് തന്നെ ശരണ്യ ആനന്ദ് ഏറെക്കുറെ സേഫ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷെ നൂറയും സുരേഷ് ഏട്ടനും ഈ വട്ടം എവിക്ഷൻ ഉണ്ടെങ്കിൽ, എവിക്ഷൻ ആദ്യത്തെ വീക്ക് ആയതുകൊണ്ട് ഒരാളെ മാത്രമായിരിക്കും പുറത്താക്കുന്നത്. ചിലപ്പോൾ പുറത്താക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പുറത്താക്കുമെങ്കിൽ ഒന്നുകിൽ നൂറ അല്ലെങ്കിൽ സുരേഷ് ഏട്ടൻ. എൻ്റെ ഒരു പ്രഡിക്ഷൻ സുരേഷ് ഏട്ടനാവാനാണ് സാധ്യത. കാരണം ഒരു ലേഡി അവിടെ നിലനിർത്താനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഈ സീസൺ മൊത്തത്തിൽ ഒരു വനിതാ അനുകൂലമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. നോറ അല്ലെങ്കിൽ സുരേഷ് ഏട്ടൻ ഒരാളാണ് ഔട്ടായി പോവാൻ സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 1ാമത് സിജോ, 2ാമത് രതീഷ്, 3ാമത് റോക്കി, 4ാമത് അൻസിബ ഹസൻ, 5ാമത് ജിൻഡോ, 6ാമത് ശരണ്യ ആനന്ദ്, 7ാമത് നോറ, 8ാമത് സുരേഷ് ഏട്ടൻ. സുരേഷ് ഏട്ടനാണ് എൻഡിൽ നിർത്തുന്നത്. സുരേഷ് ഏട്ടനാണ് ഔട്ടായി പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മത്സരാർത്ഥി. ബിഗ് ബോസ് ഞാൻ കണ്ടു തുടങ്ങി, ഒരാഴ്ചയായിട്ട് കാണുന്നുണ്ട്. പക്ഷെ വലിയ കൗതുകവും രസകരവും എൻഗേജ്മെന്റും ആയിട്ടുള്ള അടുത്തെന്ത് സംഭവിക്കണമെന്നും കാണുന്നില്ല. എല്ലാവരും അവരവരുടെ കണ്ടന്റിന് വേണ്ടി, അവരുടെ ക്യാമറ സ്പേസിന് വേണ്ടി കാണിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് കാണുന്നത്. അത് മാത്രമേ കാണുന്നുള്ളൂ. മറ്റൊന്നും രസകരവും കൗതുകവുമായിട്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു അപ്ഡേഷനായിട്ട് വീണ്ടും കാണാം.